എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിലേക്ക് ഞാൻ 1 കിലോ മട്ടൻ കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള മട്ടൻ 1 കിലോ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 മീഡിയം സൈസ് സവാള, കുറച്ച് കറിവേപ്പില, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും കൂടി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്തത് കേട്ടോ. അത് വീഡിയോ കട്ടായിപ്പോയി. അതെ, ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ ഈ സവാളയിൽ കടന്നിട്ട് ഒന്ന് വഴന്ന് വരണം. ഒരു 5 മിനിറ്റ് വഴറ്റണം. അപ്പോഴാണ് അതിൻ്റെ മട്ടൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരും. ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കാണ് മട്ടൻ ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വഴറ്റാം നമുക്ക്. എന്നിട്ട് വേണം മൂടി വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ടാണ് മൂടി വെച്ച് വേവിക്കേണ്ടത്. വേണ്ട, ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഊറി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുകേണ്ട കാണുന്നില്ല പുറത്തോട്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് അളന്നെടുത്ത് വെച്ചത് കേട്ടോ. അത് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണ്ട, മസാലയൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇതിൽ ഞാൻ തക്കാളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് തക്കാളി ചേർക്കാതെ ഉണ്ടാക്കുന്നൊരു മട്ടൻ കറിയാണ്. ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട്, നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 4 വിസിലടുപ്പിക്കാം. അത് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഇവിടെ നമ്മുടെ മട്ടൻ കറി വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാവേ. വാവ്, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. പിന്നെ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മട്ടൻ കറി ഈസ് റെഡി. ഇനി നമുക്ക് മാമുണ്ണാട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണം കേട്ടോ. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരൊക്കെ താങ്ക് യു.